ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? 2 ദിവസമായി വീഡിയോസൊന്നും കാര്യമായിട്ട് ഇടുന്നില്ല അല്ലേ? ഇന്നിപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ലാമിയും മിത്തൂസും ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിലിട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഒരു ബോറടി, ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയതാണ്. നമ്മളെ ബോറടി മാറ്റാൻ നമ്മൾ പാടത്തേക്കാട്ട് ഇറങ്ങാം ആദ്യം. അപ്പോൾ പാടത്ത് കൂടെ നടന്ന് പോയാലോ എന്ന് ചോദിച്ചു. ദിയാമോളാണെങ്കിൽ കൂടെ വരും. മിത്തൂസ് അങ്ങനെയൊന്നും പുറത്തിറങ്ങൂല കേട്ടോ, അകത്തന്നെ ആയിരിക്കും കൂടുതലുകൾ. അപ്പോൾ അവളൊക്കെ സോപ്പിട്ട് ചീത്തയൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോകണത് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രാമഭംഗി, നമ്മുടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ വെറുതെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത് ഒരു കട ഉണ്ട്, ഒരു ചെറിയൊരു തട്ടുകട ഉണ്ട്. ആ കടയിൽ നിന്ന് നല്ല എണ്ണക്കടികളൊക്കെ വാങ്ങിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോരാണ് കേട്ടോ നമ്മുടെ. അപ്പോൾ ഇവിടെ ഇറങ്ങി നോക്കുമ്പോൾ നല്ല ഭംഗി കേട്ടോ കാണാൻ. അപ്പോൾ കുറച്ച് സമയം വീഡിയോസൊക്കെ എടുത്ത് നല്ല കാറ്റാണ്. അപ്പോൾ ആ കാറ്റൊക്കെ കൊണ്ട് കുറേ സമയം അവിടെ നിന്നു കേട്ടോ. പിന്നെ കുറേ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രസമാണ് അവിടെ നിൽക്കാൻ കേട്ടോ. പക്ഷേ ഇതിപ്പോൾ ഞാനും മിത്തും ലാമിക്കുട്ടിയും മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാലും കുറച്ച് സമയമൊക്കെ അവിടെ അങ്ങനെ നോക്കി നിന്നു. ആകാശമൊക്കെ നല്ല ഭംഗി കാണാൻ. അപ്പോൾ കുറച്ച് സമയമൊക്കെ അവിടെ നോക്കി നിന്നിട്ട് പിന്നെ ആ തട്ടുകടയിലേക്ക് ലക്ഷ്യം വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. ഒരു ഭാഗം കപ്പത്തോട്ടവും ഒരു ഭാഗം നെല്ലുമാണ് കേട്ടോ. ആ കാണുന്ന തെങ്ങും തോട്ടം കണ്ടോ? ആ തെങ്ങിൻ്റെ അപ്പുറത്ത് കൂടെയാണ് തോട് ഒഴുകുന്നത് കേട്ടോ. മഴക്കാലമായി കഴിഞ്ഞാൽ ആ തോടും പാടവും റോഡും എല്ലാം കൂടി ഒന്നാണ് കേട്ടോ. പിന്നെ കടൽ പോലെ കിടക്കും, നല്ല രസമാണ് കാണാൻ. അന്ന് പിന്നെ കൃഷിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ, അങ്ങനെ വെറുതെ കിടക്കുന്ന പാടമായിരിക്കും കേട്ടോ. മൊത്തം ഒന്നാവും വെള്ളം കയറിയിട്ട്. മഞ്ചേരിയിൽ നിന്ന് എൻ്റെ കൂടപ്പിറപ്പുകളൊക്കെ വരികയാണെങ്കിലും അതുപോലെ പിന്നെ എൻ്റെ മൂത്ത മോള് ഈദ് മോള് ദിയാമോള് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. റിൻഫാദിയ എന്നാണ് പേര്. അപ്പോൾ ദിയാന്നും വിളിക്കും, ഈദു എന്ന് അവളെ നിക് നെയിമാണ് കേട്ടോ. അപ്പോൾ അവൾ വരികയാണെങ്കിലൊക്കെ ഞങ്ങൾ ഇതിലങ്ങനെ വെറുതെ നടക്കും കേട്ടോ. കാരണം എല്ലാവർക്കും ഇഷ്ടമാണ് ഈ പാടത്ത് വരുന്നത്, കാറ്റും കൊണ്ടിരിക്കാനൊക്കെ. പിന്നെ ഇവിടുത്തെ തോടിൻ്റെ ആദ്യം വീഡിയോ കണ്ടവരൊക്കെ ഈ തോടൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? നല്ല ഭംഗിയാണ് കാണാൻ. ആ പാടം കവിഞ്ഞൊഴുകുക, മഴക്കാലത്ത് ഭയങ്കര വെള്ളം കയറുന്നൊരു ഏരിയയാണ് കേട്ടോ അത്. നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ വെള്ളം കുറേ കുറഞ്ഞു. ഇതിന് മുന്നേ ഞാൻ വീഡിയോ ഇട്ടതിൽ കംപ്ലീറ്റ് നല്ല വെള്ളമായിരുന്നു കേട്ടോ. ഇപ്പോൾ നല്ലോണം കുറഞ്ഞ അടിയൊക്കെ കാണാൻ തുടങ്ങി കേട്ടോ. പെട്ടെന്ന് പറ്റും വെള്ളം, വരൾച്ച പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് തോന്നുന്നത് കണ്ടിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് നമ്മളെ ഈ തട്ടുകടയിൽ എത്തിയിട്ടോ. അവിടെ നോക്കുമ്പോൾ കുറേ ആളുകൾ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കി, അവർ എണീറ്റ് പോകുന്നുണ്ടോക്കെ. അപ്പോൾ കുറച്ച് മുതിർന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് ചായ കുടിക്കാനൊരു മടി കേട്ടോ. അപ്പോൾ ഏതായാലും നീ കുറച്ച് എണ്ണക്കടിയൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എണ്ണക്കടികളൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ട് പോരാണ് ചെയ്തിട്ടോ. അപ്പോഴാണ് ഇവിടെ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട് കേട്ടോ. പണ്ട് കാലത്താണ് ഇങ്ങനെയൊക്കെ കുട്ടികൾ ഒരുമിച്ച് കളിക്കണമൊക്കെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഒന്നും കുട്ടികളങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ടൈപ്പല്ലേ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ ഈ തട്ടുകടയിൽ കയറിയിട്ട് കുറച്ച് എണ്ണക്കടി, സമൂസ, പഴംപൊരി ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട്, ഇവിടെ കുറച്ച് മുതിർന്ന ആളുകളാണ് കേട്ടോ, പ്രായം ചെന്ന ആളുകളാണുള്ളത്. എന്നാലും നമ്മളവിടെ ഇരുന്ന് ചായ കുടിക്കാനും നിന്നില്ല, വീടടുത്ത് തന്നെയല്ലേ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് കടികളൊക്കെ വാങ്ങിയിട്ട് പോയി. ഇവിടെ എന്തൊക്കെയാണ് മസാല ബോണ്ട, സമൂസ, പഴംപൊരി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ വാങ്ങിയാണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. തിരിച്ചു പോരുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ. ഇവിടെ തോട്ടിൽ നല്ല വെള്ളം ഉണ്ടാകുന്ന സമയത്ത് ഈ കാണുന്നപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഈ ഏരിയയിലൊക്കെ ഫുള്ള് വെള്ളം നിറഞ്ഞു കിടക്കും കേട്ടോ. ഇപ്പോൾ അവിടെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് അവിടെ കണ്ടോ ഇത്രയും വ്യത്യാസത്തിലാണ്, അത്രയും വെള്ളം കുറഞ്ഞതാണ് കേട്ടോ അതൊക്കെ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവും. പക്ഷേ എനിക്ക് കണ്ടിട്ടൊരു വിഷമം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആരാണെന്ന് അറിയില്ല, ഇവിടെ വേസ്റ്റ് കവർ കെട്ടിയിട്ട് കൊണ്ട് തള്ളിയിട്ടുണ്ടോ. അങ്ങനെ ഒരിക്കലും ആരും ചെയ്യരുത് കേട്ടോ.
ഇപ്പോൾ പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ ആൾക്കാർ മാസം മാസം വരുന്നുണ്ടല്ലോ. അത് ഏതെങ്കിലും റോഡ് സൈഡിൽ കൊണ്ടുപോയി കൂട്ടി വെച്ചാലും അവരത് മാസം മാസം വന്ന് കൊണ്ടുപോയിക്കോളൂ കേട്ടോ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ കണ്ടില്ലേ എന്ത് വൃത്തിയുള്ള തോടും പരിസരവും ആ പ്രകൃതിയാണ്. അവിടെയാണ് ഇപ്പോൾ ഈ വേസ്റ്റ് 3 കവറിലാക്കിയിട്ട് കൊണ്ട് തള്ളിയിട്ടുള്ളത്. അത് ആരെ പണിയാണെന്ന് അറിയില്ല. പക്ഷെ ഒരിക്കലും ചെയ്തു പോകരുത് കേട്ടോ. നമ്മളെ വീട് പോലെ തന്നെയല്ലേ നമ്മളെ പരിസരം. അപ്പോൾ ഇങ്ങനെ കൊണ്ട് തള്ളിക്കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ഉപദ്രവമാണെന്ന് മനസ്സിലായിക്കൂടെ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ കടയിലെത്തിയിട്ടോ. അവിടുന്ന് പാലും കുറച്ച് വേറെ 1-2 സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ ലാമി ഇങ്ങനെ മുട്ടിത്തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്താ വെച്ചാൽ മിഠായിക്ക് വേണ്ടിയിട്ടാണ്. അവൾക്ക് മിഠായി അങ്ങനെ ലേസ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. അവളെ വയറ്റിലതിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പോൾ പാലൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഡോക്ടറുടെ പ്രത്യേക നിർദ്ദേശമാണ് അവൾക്ക് മിഠായി ബേക്കറി ഐറ്റംസ് ഒന്നും കൊടുക്കാൻ പാടില്ല എന്നുള്ളത് കേട്ടോ. ഒരു കയല വീക്കത്തിൻ്റെ ഒരു പ്രശ്നം വന്നിട്ട് അവൾ ഒരു 5-8 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കടയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് എന്തെങ്കിലും ഒരു മിഠായി നിർബന്ധമാണ്. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒന്ന് വാങ്ങാതെ പറ്റില്ലല്ലോ വിചാരിച്ചിട്ട് ജസ്റ്റ് എന്തൊക്കെയോ വാങ്ങിക്കൊടുത്ത് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാ വീഡിയോസും കാണണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ വരാം. അസ്സലാമു അലൈക്കും.